الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومنهم أميون لا يعلمون الكتاب إلا أماني وإنهم إلا يظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും ശരിയായ ജാഗ്രതയോടുകൂടി തിരിച്ചറിയുവാനും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പുലർത്തുവാനും അങ്ങേയറ്റം ശുഷ്കാന്തി കാണിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുടെ വഴിയിൽ നിലകൊള്ളാനും ആ മാർഗേണ സഞ്ചരിക്കുവാനും അതിൽ വിജയം വരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ അധികാരത്തിൻ്റെ ദുരുപയോഗങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ കേന്ദ്രീകരണത്തെക്കുറിച്ചുമൊക്കെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു വരികയാണ്. വിശുദ്ധ ഖുർആനിൽ അതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള തത്വങ്ങളുടെ വിശദീകരണമായിക്കൊണ്ട് തന്നെ അതിൽ നേരത്തെ തന്നെ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന 3 രൂപങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ 3 ഖുർആനിലുള്ള പ്രത്യക്ഷങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു. അതിൽ തന്നെ സാമരിയുടെ കഥ വിശേഷമായിട്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ അത് പറഞ്ഞു തുടങ്ങി. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇപ്പോൾ സെക്യുലർ കാലഘട്ടത്തിൽ പോലും മതപരമായ പിൻബലമില്ലാതെ അധികാരങ്ങൾക്ക് നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും അത് മതേതരമായി ചിന്തിക്കുമ്പോൾ പോലും ഇപ്പൊ ഹെഗലിനെ വിമർശിക്കുമ്പോൾ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹെഗൽ ഈശ്വരവിശ്വാസിയോ മതവിശ്വാസിയോ അല്ല, പക്ഷെ ആശയവാദിയാണ്. അതെന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പ്രസക്തമല്ല. എന്നാൽ അദ്ദേഹം ഫിലോസഫി ഓഫ് റൈറ്റ്സ് എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ അധികാരത്തിന് മതവിശ്വാസികൾ ദൈവികമായി നൽകുന്നൊരു ഡയമെൻഷൻ ഉണ്ടല്ലോ, ദൈവത്തിന് നൽകുന്നതായ ഒരു സ്ഥാനം, ആ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തുന്നുണ്ട്. അപ്പം ഇതിനെയാണ് മാർക്സ് വിമർശിച്ചത്. അപ്പോൾ അപ്രകാരം അധികാരം തന്നെ ദൈവമായി അല്ലെങ്കിൽ മതമായി മാറുന്നൊരവസ്ഥയും മതേതരമായ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം എല്ലാ ചൂഷണങ്ങൾക്കും ദുരധികാരങ്ങൾക്കും, ശരിയായി പറഞ്ഞാൽ എല്ലാ ത്വാഗൂത്തിൻ്റെ എല്ലാ രൂപങ്ങൾക്കും പിൻബലം നൽകുന്ന മതരൂപങ്ങൾ, പൗരോഹിത്യം, ഇതിൻ്റെ ഒരു പ്രതീകമായിക്കൊണ്ട് സാമരിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ കുറച്ച് കൂടുതൽ കർക്കശമായിട്ട് സാമരിയെ ശപിക്കുന്നതായിട്ട് ഖുർആനിൽ വായിക്കാം.
അതിലേക്ക് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഇതിങ്ങനെ പറയുമ്പോൾ ഖുർആനിന്റെ നൈതിക രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ നടത്തുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള അധിനിവേശത്തിൻ്റെയും അധികാരത്തിൻ്റെയും ശൈത്വാനി സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു ദൈവവിരുദ്ധ സ്വഭാവത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഈ കാലത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും അതൊരു ക്ലാരിഫിക്കേഷനാണ്. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ജനാധിപത്യമാണ്. ജനങ്ങൾക്കുള്ള സുപ്രീം സവർണിറ്റി എന്ന അർത്ഥത്തിൽ അതിനെ ഇസ്ലാമിക ചിന്തകർ വിമർശിച്ചതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ അതേസമയം സുപ്രീം സവർണിറ്റി അല്ലെങ്കിൽ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച തന്നെ ആയിക്കൊള്ളണം എന്നില്ല ഡെമോക്രസി. ഡെമോക്രസിയെ ഒരുപക്ഷെ ആദ്യമായിട്ട് ചർച്ചക്കെടുക്കുന്നത് പ്ലേറ്റോയും അരിസ്റ്റോട്ടലും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ പഴയ കാലത്തെ ഗ്രീസ് പോളിസ് എന്നാണ് പറയുക, വ്യത്യസ്ത പോളിസുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. ഏഥൻസ്, സ്പാർട്ട തുടങ്ങിയിട്ടുള്ള സിറ്റി സ്റ്റേറ്റുകൾ എന്ന് പറയാം. അതിൽ ഏഥൻസിൽ നിലനിന്നിരുന്ന ഒരു ജനാധിപത്യമുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ജനാധിപത്യം അതാണ്. അതേസമയം സ്പാർട്ടയിൽ മറ്റൊന്നാണ്. ഇനി മറ്റു സിറ്റി സ്റ്റേറ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ വേറൊന്നാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ വിശകലനം നടത്തുമ്പോൾ രാഷ്ട്ര സംഘാടനത്തിന്റെ വ്യത്യസ്ത രീതികൾ മാത്രമായിട്ടാണ് അരിസ്റ്റോട്ടിൽ അതിനെ കാണുന്നത്, അല്ലാതെ പരമാധികാരത്തെക്കുറിച്ചുള്ള തത്വമായിട്ടല്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ ഒരു സിസ്റ്റമായിട്ട് എടുക്കുമ്പോൾ അതിൽ ഈ സുപ്രീം സോവർണിറ്റി പുതിയ കാലത്ത് പ്രത്യേകിച്ചും രാഷ്ട്രീയമായിട്ട് ഇസ്ലാമിനെ സമീപിക്കുന്ന ചിന്തകർ ഈ സുപ്രീം സോവർണിറ്റി എന്നതിനെയും അള്ളാഹുവിന്റെ ഹാക്കിമിയത്തിനെയും തമ്മിൽ ബന്ധപ്പെടുത്താറുണ്ട്. ഹാക്കിമിയത്ത് അള്ളാഹുവിന് മാത്രമാണ്, അത് മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുക്കുന്നത് ശിർക്കാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഡെമോക്രസി എന്ന് പറയുന്നത് ഇസ്ലാമിന് വിരുദ്ധമാകുമോ എന്ന് ചിന്തിക്കാം. അള്ളാഹു ഏകനാണ് സോവർണിറ്റിയുടെ കാര്യത്തിൽ. അതിൽ ഇസ്ലാമിന് സംശയമൊന്നുമില്ല, വിശുദ്ധ ഖുർആനും സംശയമൊന്നുമില്ല. അതേസമയം ജനങ്ങൾക്ക് ഈ സോവർണിറ്റി കിട്ടുന്നുണ്ടോ? ജനാധിപത്യം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാൾസ് ഡൈക്കോട്ടമിയാണ്, ഒരു വൈരുദ്ധ്യം സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു ഇസ്ലാമിക് ഫ്രെയിംവർക്ക് എന്താണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് സവർണിറ്റി, പരമമായ അധികാരം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അത് അള്ളാഹുവിന് മാത്രമാണ്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, അമറ അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു ദാലിക ദീനുൽ ഖയ്യിം വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ. നിശ്ചയമായും അറിയണം, ജഡ്ജ്മെന്റ്, ഫൈനലായിട്ടുള്ള ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, തീരുമാനം, വിധി എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുവാനാണ് അവൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതായത് അവന്റെ ആ വിധികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാനാണ് മനുഷ്യരോട് റബ്ബ് കൽപ്പിക്കുന്നത്. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ശരിയായ ദീൻ. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ബഹുഭൂരിഭാഗം, ഈ ബഹുഭൂരിഭാഗത്തിൽ ദൈവവിശ്വാസികളും പെട്ടു. ദൈവവിശ്വാസം ഉള്ളവർക്ക് പോലും ഈ കാര്യം വലുതായിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഖുർആൻ സാക്ഷ്യപ്പെടുന്നത്. വാർത്തത്തിൽ പരമമായ അധികാരം ഏത് വിഷയത്തിലാണെങ്കിലും, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സദാചാര കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം തന്നെ പരമമായ അധികാരം അത് ഏതെങ്കിലും ഒരു പുരോഹിതനല്ല, പ്രവാചകന് പോലുമല്ല, മറിച്ച് അത് അള്ളാഹുവിന് മാത്രമാണ്. എന്നാൽ അതേസമയം അതിൻ്റെ ഒരു ഓപ്പറേഷണൽ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അന്നാസാണ്, അഥവാ ജനങ്ങളാണ് എന്നുള്ളതാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. ആ ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹുക്കുമുകൾ നടപ്പിലാക്കുവാനാണ് പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ജനമാണ് അതിന്റെ അതോറിറ്റി എന്ന് വരുമ്പോൾ അതിനെ തന്നെയാണ് സാങ്കേതികമായി യഥാർത്ഥത്തിൽ നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കാം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അള്ളാഹു അമാനത്തുകളുടെ കാര്യത്തിൽ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അതതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കണം. അമാനത്തുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമാനത്ത് എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. നിങ്ങളെ വിശ്വസിച്ച് ആര് എന്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും
എന്ത് കാര്യങ്ങളിൽ നിങ്ങൾ ഉത്തരവാദികളാണെങ്കിലും അത് അതിന്റെ ശരിയായ രൂപത്തിൽ നിർവഹിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് ജീവിതം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ കണ്ണും കാതും കയ്യും കാലും ഒക്കെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് കാണും. ഇത് അള്ളാഹുവിന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അള്ളാഹുവിന് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ ട്രസ്റ്റ് നിങ്ങൾ നിലനിർത്തണം. എന്നിട്ട് പറയുന്ന വൈദാ ഹകംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ, ആളുകൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുമ്പോൾ, മനുഷ്യർ ആളുകൾക്കിടയിൽ നിങ്ങൾ മുഅ്മിനുകൾ തീർപ്പുകൾ കൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നീതിയുടെ അടിസ്ഥാനത്തിലാവണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു തത്വത്തെ കൺക്ലൂഡ് ചെയ്താൽ, ആ ഒരു ആശയത്തെ കൺക്ലൂഡ് ചെയ്താൽ, സോവറിനിറ്റി ഈസ് ഡിവൈൻ ബട്ട് റെസ്പോൺസിബിലിറ്റി ഈസ് ഹ്യൂമൻ. അധികാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്, ഉത്തരവാദിത്വം മനുഷ്യൻ്റെതാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഏത് സിസ്റ്റം ആണെങ്കിലും മനുഷ്യർക്ക് തിരിയാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം തന്നെയും 4 ഖലീഫമാർക്ക് ശേഷം മുലൂക്കിയത്തിലേക്ക് വ്യതിചലിച്ചു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് തെരഞ്ഞെടുക്കുന്ന സിസ്റ്റം എങ്ങനെയോ ആയിപ്പോയി എന്നുള്ളതല്ല അതിലെ പ്രശ്നം. മറിച്ച് തീരുമാനാധികാരം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടെങ്കിലും മറ്റൊരാളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നത് മാത്രവുമല്ല, അത് അധികാരമായി മാറുന്നു എന്നുള്ളതാണ്. പ്രവാചകന്റെ ഖലീഫമാരുടെ കാലത്ത് അത് ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ചില ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്നിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തിനെ സംബന്ധിച്ചുള്ള ബോധത്തിലാണ് അവസാന ഘട്ടത്തിൽ ഒരു പുൽക്കൊടി പറിച്ചെടുത്തിട്ട് ഞാൻ ഈ പുൽക്കൊടിയായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് വിലപിച്ചത് എന്ന് നമുക്കറിയാം. എന്റെ പക്കൽ വല്ല തെറ്റും കണ്ടാൽ നിങ്ങൾ എന്നെ തിരുത്തണം എന്ന് അദ്ദേഹം മിമ്പറിൽ കയറി പറഞ്ഞിരുന്നു. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തിരുത്തും, നാക്കുകൊണ്ടല്ല വാളുകൊണ്ട് തിരുത്തുന്നതാണ്. അതായത് ഭരണത്തലവനായിട്ടുള്ള ഖലീഫയോട്, അമീറുൽ മുഅ്മിനീനോട് ഒരു സാധാരണക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നിങ്ങൾ തെറ്റിയാൽ ഞങ്ങൾ തിരുത്തുന്നത് നാക്കുകൊണ്ടാവില്ല, വാളുകൊണ്ടാവും. അത്രയും ധാർഷ്ട്യത്തോടു കൂടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. വാളുകൊണ്ട് എന്നെ തിരുത്താൻ ശേഷിയുള്ള ആളുകളെ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ച അള്ളാഹുവിന് സ്തുതി എന്നാണ് അദ്ദേഹം പ്രതിവചിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചില സംഭവങ്ങളുണ്ടല്ലോ. യൂഫ്രട്ടീസ് നദിക്കരയിൽ ഒരു ആട്ടിൻകുട്ടി ചാകുന്നത് വിശന്നിട്ടാണെങ്കിൽ അതിന് ഞാൻ പടച്ചവനോട് ഉത്തരവാദിത്തം പറയേണ്ടി വരും. അമാനത്താണ്, റെസ്പോൺസിബിലിറ്റിയാണ്, യഥാർത്ഥത്തിൽ ഉത്തരവാദിത്ത ബോധമാണ്. അതാണ് അവിടെ നയിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അധികാരമാണെങ്കിൽ അവസാനം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഉമറിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ആരെയാണ് എന്നെ അടുത്ത ഖലീഫയാക്കുന്നത്? ഉമർ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും പറയുന്നില്ല, ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാൾ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രാപ്തനായതുകൊണ്ടാണ്, യോഗ്യനായതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് നമുക്കറിയാം. അന്നേരത്തുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് ഈ ഭാരം ചുമക്കാൻ ഒരാൾ പോരെയെന്നാണ്. ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് ഈ ഭാരം ചുമക്കാൻ ഒരാൾ പോരെയും. ഉമറിന്റെ ഖിലാഫത്തിൽ ബന്ധുക്കളായിട്ടുള്ള ഒരാളെയും പദവികളുടെയും ഭരണനിർവഹണത്തിന്റെയും 7 അയലത്ത് അടുപ്പിച്ചിട്ടേ ഇല്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുന്നു. ആ പരിസരത്തെ അടുപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒന്നും, സുഹൃത്തുക്കളിൽ സഹാബികൾ എന്ന നിലക്ക് നേരത്തെ തന്നെ ഈ സമൂഹത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവരൊഴിച്ച് മറ്റുള്ളവരെ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് പോലുമില്ല. കൂടുതൽ മിടുക്കുള്ള ആളുകളെ പലപ്പോഴും ഒരു സ്ഥാനത്ത് അധികകാലം ഇരുത്തൂല. കാരണം ഇരുന്നാൽ അത് ചിലപ്പോൾ ഒരു സൂപ്പർ പവറായിട്ട് മാറും എന്ന് അദ്ദേഹത്തിന് അറിയാം. മനുഷ്യ മനസ്സിനെ അത്രത്തോളം ആഴത്തിൽ അറിഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിയെയാണ് ഉമറിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ മാതൃക എന്ന് പറയുന്നത്. അവിടെ പ്രവർത്തിക്കുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വ ബോധമാണ്, മറിച്ച് പവറല്ല. പവർ എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഡെമോക്രസി ആയാലും ഓട്ടോക്രസി ആയാലും അരിസ്റ്റോക്രസി ആയാലും ഇനി മറ്റെന്തെങ്കിലും സിസ്റ്റം ആണെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. പവർ എന്ന് പറയുന്ന ഒരു ബോധം നിലനിൽക്കുമ്പോൾ തന്നെ അത് ത്വാഗൂത്തായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണേണ്ടത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില മനസ്സിലാക്കലുകൾ, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. മുഅ്മിനുകൾ എന്ന നിലക്ക് നമ്മൾ ആരാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന പൊളിറ്റിക്സ്,
അല്ലെങ്കിൽ നമ്മളെ അഭ്യസിപ്പിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയം, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം ഖുർആനിന്റെ സാമൂഹിക സിദ്ധാന്തങ്ങളെ, നിർദ്ദേശങ്ങളെ ചുരുക്കിയാൽ അത് ഒരു അബ്സല്യൂട്ട് റിജക്ഷൻ ഓഫ് ഒപ്രഷനാണ്. അടിച്ചമർത്തലിനെയും പീഡനത്തിനെയും മർദ്ദനത്തിനെയും അതിശക്തമായി നിരാകരിക്കുക. അതിനോട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. അതിന്റെ ഒരു അബ്സല്യൂട്ട് റിജക്ഷനാണ്, അതിന്റെ പൂർണ്ണമായ നിരാകരണമാണ് എന്ന് കാണാൻ സാധിക്കും. അത് ഓരോന്നായിട്ട് പരിശോധിച്ചാൽ, ഒന്നാമതായിട്ട് മുസ്ലിം സമൂഹത്തിന്റെ യഥാർത്ഥ ദൗത്യം അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ്സലാത്ത വആതവുസ് സക്കാ വഅമറൂ ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ അവർക്ക് നാം ഭൂമിയിൽ അവസരം നൽകിയാൽ, ഇമ്മക്കന്നാഹും എന്ന് പറഞ്ഞാൽ അധികാരം നൽകിയാൽ എന്ന് അർത്ഥമുണ്ട്. അവർക്ക് നാം ഭൂമിയിൽ അവസരം നൽകിയാൽ ലഭിക്കുന്ന ഏത് അവസരത്തിലും അവരെന്താണ് ചെയ്യുക? അവർ അഖാമുസ്സല, അവർ അവരുടെ സ്വലാത്തിനെ നിലനിർത്തും. വആതവു സക്കാ, അവർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. അതിന്റെ വിശാലമായ അർത്ഥത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. വീണ്ടും പറയുന്നത് വഅമറൂ ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുമെന്നാണ്. വളരെ കൃത്യമായിട്ട് മുസ്ലിം സമാജത്തിന്റെ ഉത്തരവാദിത്തത്തെ വിശുദ്ധ ഖുർആൻ അവിടെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഇടപെടലുകളുടെ അടിസ്ഥാനമായി മാറേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് അധികാരം എന്ന് പറയുന്ന ഒരു ബോധവും പ്രവണതയും സാത്താനിൽ നിന്നുള്ളതാണ് എന്ന് ഖുർആൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ല. ശൈത്താൻ വന്നിട്ട് ആദം അലൈഹിസ്സലാമയോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്കൊരു മരം കാണിച്ചു തരാം. ആ മരം എന്തിന്റെ മരമാണ്? അത് ഖുൽദിന്റെ മരമാണ്. ഈ ലോകത്ത് മനോഹരമായി ഭൗതിക ലോകത്ത് ഭൗതികമായ പ്രലോഭനങ്ങളാണല്ലോ. ഈ മനോഹരമായ ഭൗതിക ലോകത്ത് എന്നേക്കും നിനക്ക് ജീവിക്കാൻ സാധിക്കും. അതിന് സഹായകമായിട്ടുള്ള മരമാണ്. പോരാത്തതിന് മുൽക്കിൻ ലാ യബ്ല, ഒരിക്കലും വിട്ടുപോകാത്ത അധികാരവും നിനക്ക് കിട്ടുന്നതാണ്. ഒരിക്കലും വിട്ടുപോകാത്ത അധികാരവും നിനക്ക് കിട്ടും. ഇതിലാണല്ലോ പ്രഥമമായിട്ട് മനുഷ്യൻ പ്രലോഭിതനാകുന്നത്. മനുഷ്യനെ ഒന്നാമതായിട്ട് കുടുക്കുന്നത്, ട്രാപ്പിൽ പെടുത്തുന്നത് ഈ നിത്യമായിട്ടുള്ള ഭൗതിക ജീവിതവും അവസാനിക്കാത്ത, കൈവിടേണ്ടി വരാത്ത അധികാരവും എന്നതാണ്. അതാണ് ഏറ്റവും മൗലികമായിട്ടുള്ള, ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ടെംപ്റ്റേഷൻ എന്ന് തന്നെ വേണം പറയാം. മനുഷ്യന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രലോഭനം അതാണ് എന്ന് കാണണം. അപ്പൊ അതുകൊണ്ട് ആ അധികാരത്തെ ചെകുത്താനുമായിട്ട്, ശൈത്താനുമായിട്ട് വിശുദ്ധ ഖുർആൻ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ഈ അധികാരത്തോട്, ആ ഒരു മോഹത്തോടു കൂടി പ്രലോഭിതനായിട്ട് ആദം സമീപിച്ചപ്പോൾ അതിനെ ലുൽമായിട്ടാണല്ലോ വിശേഷിപ്പിച്ചത്. ദുരധികാരം ലുൽമാണെന്ന് മാത്രമല്ല, ലുൽമ പ്രവർത്തിക്കുന്നവരെ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഒരിക്കലും ലുൽമ പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. നാലാമതായിട്ടൊരു തത്വം, അത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ടോട്ടലിറ്റേറിയനിസത്തിന്റെ ധാരാളം ആർക്കിടൈപ്പുകളെ കാണാം. അധികാരം മുഴുവൻ കൈയടക്കി വെച്ച അന റബ്ബുക്കുമുൽ അഅ്ലാ, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ പരമാധികാരി എന്നത് ഫിർഔനിന്റെ വാക്കാണ്. അങ്ങനെയുള്ള ചില ആർക്കിടൈപ്പുകൾ വിശുദ്ധ ഖുർആനിൽ വരുന്നു. അവരെ ശപിക്കുന്നു, അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു, അവരുടെ ദുരന്തവും പര്യവസാനം എത്രമേൽ ദുരിതപൂർണമായിരുന്നു എന്നതും ഖുർആൻ പറയുന്നു എന്ന് നമ്മൾ കാണേണ്ടതാണ്. ഈ രീതിയിലൊക്കെയാണ് ഖുർആൻ ചില അടിസ്ഥാനങ്ങൾ. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആന്റി സെൻട്രലൈസേഷനാണ്, കേന്ദ്രീകരണത്തിനെതിര്. സമ്പത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ് പ്രത്യക്ഷത്തിൽ കൈലായകൂന ദൂലത്തൻ ബൈനൽ അഗ്നിയായി മിൻകും എന്ന് ഖുർആൻ പറയും. പക്ഷെ അത് വെൽത്ത് മാത്രമല്ല, പവറും കൂടിയാണ്. സമ്പത്തും അധികാരവും നിങ്ങളിലുള്ള സമ്പന്നരിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടാതിരിക്കാൻ, വിഭവങ്ങൾ ഒന്നും തന്നെ നിങ്ങളിൽ കേന്ദ്രീകരണത്തിന് വിധേയമാവാതിരിക്കാൻ, അതിന്റെ ഒക്കെയും ഡീസെൻട്രലൈസേഷൻ, അതിന്റെ വികേന്ദ്രീകരണമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പിന്നെയും നമുക്ക് കാണാൻ സാധിക്കും ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, വിശ്വാസികൾ, മുഅ്മിനുകൾ അവരുടെ സകല കാര്യങ്ങളും കൂടിയാലോചനയിലൂടെ തീരുമാനിക്കണം. ശൂറയുടെ തത്വം, വഅംറുഹും ശൂറാ ബൈനഹും. ഇതിന് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹം പ്രഥമമായി അല്ലദീന ഇസ്തജാബു ലിറബ്ബിഹിം, അവര് തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകേണ്ടവരാണ്. അത് ഒരർത്ഥത്തിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് അവന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. രണ്ടാമത്
നമ്മുടെ സകല പ്രവർത്തനങ്ങൾക്കും അവനോട് മറുപടി പറയേണ്ടതാണ്. അവനോട് മറുപടി പറയേണ്ടതാണ്. അതാണ് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലുക്കും റാഅ് വ മസ്ഊലുൻ അൻ റഇയതി. നിങ്ങൾ എല്ലാവരും ഇടയരാണ്. ആടുകളെ തെളിച്ചു കൊണ്ടുപോകുന്നവരെയാണല്ലോ നമ്മൾ ഇടയർ എന്ന് വിളിക്കുക. ഇടയർ എന്നുള്ളത് പ്രത്യേകിച്ച് സെമിറ്റിക് പ്രവാചകന്മാരെല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം യേശുക്രിസ്തുവിന്റെ ഈ ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ, ഈസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം ബൈബിൾ അനുസരിച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഇടയൻ, നല്ല ഇടയൻ എന്നൊക്കെയുള്ള വാക്ക് കാണാം. അതുപോലെ തന്നെ കുഞ്ഞാടുകൾ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. ആടുകളോട് ഇടയനുണ്ടാകുന്ന ഒരു വാത്സല്യം, തന്റെ കുഞ്ഞാടുകളെ സംബന്ധിച്ച് ഉത്തരം ബോധിപ്പിക്കേണ്ടവനാണ് മസ്ഊലുൻ അൻ റഇയതി. തന്റെ കീഴിലുള്ള സകലത്തിനെ സംബന്ധിച്ചും ഉത്തരം പറയേണ്ടവനാണ്. അത് ഓരോ തലത്തിലും ഓരോന്നും ഒരു സിസ്റ്റമാണല്ലോ. മൊത്തത്തിൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് മാത്രമല്ല നമ്മൾ വിചാരിക്കേണ്ട. നമുക്കുണ്ടാകുന്ന ഓരോ ഉത്തരവാദിത്വവും ഓരോ സിസ്റ്റം തന്നെയാണ്. അൽ ഇമാമു റാഅ് വ മസ്ഊലുൻ അൻ റഇയതി. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ റാണ്, ഇടയനാണ്, ഉത്തരവാദിയാണ്. അയാൾ പടച്ചവനോട് മറുപടി പറയേണ്ടവനാണ്. വീണ്ടും പറയുന്നു അൽ മർഉ റാഇൻ ഫി അഹ്ലി, അൽ മർഉ റാഇൻ ഫി അർറജുലു റാഇൻ ഫി അഹ്ലി. ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കുടുംബത്തിലെ ഇടയനാണ്. വ മസ്ഊലുൻ അൻ റഇയതി. പിന്നെയും പറയുന്നു വൽ മർഅതു റാഇയത്തുൻ ഫി ബൈതി സൗജിഹാ. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ മറ്റ് സാംസ്കാരിക കാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവളാണ്. അതിന്റെ വാക്കർത്ഥം ഭർതൃഗൃഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിന്റെ വീട്ടിൽ അവൾ ഉത്തരവാദിത്തമുള്ളവളാണ് എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് അവളെ പിടിച്ച് തടവിലിടണമെന്നല്ല അതിന്റെ അർത്ഥം. പ്രാഥമികമായി ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് എല്ലാ ലിബറൽ സിദ്ധാന്തങ്ങൾക്കും അപ്പുറത്ത് ഉത്തരവാദിത്തങ്ങളുടെ തട്ടുകൾ വിശുദ്ധ ഖുർആൻ നിർണ്ണയിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് സ്ത്രീ വിരുദ്ധമാണെന്ന് ആരെ ആരോപിച്ചാലും ഖുർആന് യാതൊരു വിലയുമില്ല അതിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം മസൂലത്തുൻ അൻ റഇയതിഹാ, അവൾ പടച്ചവനോട് അത്തരം കാര്യങ്ങളിൽ ഉത്തരം പറയേണ്ടവളുമാണ് എന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇപ്രകാരം എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തം, അതോടൊപ്പം തന്നെ ആ ഓരോ ഉത്തരവാദിത്തവും ശൂറാ ബൈനഹും, ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് മനസ്സിലാക്കണം. അപ്പൊ പ്രഥമമായിട്ട് അല്ലദീന ഇസ്തജാബൂ ലി റബ്ബിഹിം, റബ്ബിനോട് മറുപടി പറയേണ്ടവരാണ്. എന്നിട്ടോ വ അഖാമുസ്സലാ, അതിനെ നേരെ സ്വലാത്തുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അവർ സ്വലാത്ത് നിലനിർത്തേണ്ടവരാണ്. അങ്ങനെ ഒരു ക്രമം വളരെ കൃത്യമായിട്ട് അവരുടെ കീഴിൽ സ്വലാത്ത് അതിന്റെ വിശാലമായ അർത്ഥത്തിൽ അത് നിലനിർത്തേണ്ടവരാണ്, സ്ഥാപിക്കേണ്ടവരാണ്, പരിപാലിക്കേണ്ടവരാണ്. എന്നിട്ട് അതിനോട് ചേർത്ത് അംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ശൂറയിലൂടെ, കൂടിയാലോചനയിലൂടെ തീരുമാനിക്കേണ്ടവരാണ് എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് നൽകിയതൊക്കെ ചെലവഴിക്കുന്നവരുമാണ്. ഇവിടെ ശരിക്കും ഒരു സാമൂഹികമായ പ്രതിബദ്ധതയാണ്, അതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ട് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? മുഅ്മിന്റെ സാമൂഹികമായ നിർവചനം എന്താണ്? എ മോറലി കോൺഷ്യസ് ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ ഏജന്റ്. ധാർമ്മികമായി ബോധമുള്ള, സാമൂഹികമായ ഉത്തരവാദിത്തമുള്ള ഏജന്റാണ് മുഅ്മിൻ. അക്കാര്യത്തിൽ പടച്ച തമ്പുരാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യും. മണി പോലെ മറുപടി പറയേണ്ടി വരും. മണി പോലെ മറുപടി പറയേണ്ടി വരും. നമ്മളിലേക്ക് ഒതുങ്ങുക എന്ന് പറഞ്ഞിട്ടൊരു ദീനില്ല. ഒരു കഥയുണ്ടല്ലോ ഹദീസുകളിൽ വന്നിട്ടുള്ളത്, ദുർബലമായിട്ടുള്ള ചില റിപ്പോർട്ടുകളിൽ വന്നതാണ്. പക്ഷേ കഥയെന്ന നിലക്ക് ഗുണപാഠമുള്ളതാണ്. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി റബ്ബ് മലക്കുകളോട് പറഞ്ഞപ്പോൾ, അദാബ് ഇറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ, അത് വളരെ സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഇറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞു, അക്കൂട്ടത്തിൽ വളരെ സാത്വികനായ ഒരു മനുഷ്യനുണ്ടല്ലോ. സാത്വികനായ മനുഷ്യനുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പടച്ചോൻ ചോദിച്ചു, അയാൾ എന്താ ചെയ്യുന്നത്? അയാള് പള്ളിയിൽ ഇരുന്നിട്ട് എപ്പോഴും നിന്റെ നാമങ്ങൾ ഭജിക്കുകയും നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അയാൾ വളരെ നല്ലവനാണ് വ്യക്തിപരമായിട്ട്. അള്ളാഹു പറഞ്ഞു, എന്നാ അവനിൽ നിന്ന് തുടങ്ങുക, ആദ്യം അവനെ തന്നെ പിടിക്കുന്നതാണ്. ആദ്യം അവനെ തന്നെ പിടിക്കുന്ന പറഞ്ഞാൽ ഓൻ വ്യക്തിപരമായിട്ട് മാത്രം നന്നായ പോലെ അവന്റെ ഇടപെടലുകൾ, അവന്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് അനുഭവിക്കാൻ സാധിക്കണം. അതിലൂടെ നന്മയുടെ പാഠങ്ങൾ അവർ പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ കഥയുടെ ഗുണപാഠം എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, മോറലി കോൺഷ്യസ് ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ ഏജന്റ് ആണ് ഒരു യഥാർത്ഥ മുഅ്മിൻ. ഒരിക്കലും അവൻ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവനല്ല.
ലോകത്തിൽ നിന്ന് അകന്നു മാറി ഗുഹയിലോ വനാന്തരങ്ങളിലോ തപസ് ചെയ്യാൻ പോകുന്നവനല്ല. അതേസമയം അവൻ സത്യവുമായിട്ട് ലോകത്ത് ജീവിക്കുന്നവനാണ്. സത്യവുമായിട്ട് ലോകത്ത് ജീവിക്കുന്നവനാണ്. ഒരിക്കലും തന്നെ അവൻ അധികാരത്തിന് വഴങ്ങുന്നവനല്ല. അധികാരത്തിന് വഴങ്ങുന്നവനല്ല, മറിച്ച് അവന്റെ അക്കൗണ്ടബിലിറ്റി, അവന്റെ ഉത്തരവാദിത്തം ശരിക്കും മുറുകെ പിടിക്കുന്നവനാണ് എന്ന് കാണും. ഇതാണ് യഥാർത്ഥ മുഅ്മിൻ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൽ അവൻ കേവലം വിശ്വസിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിനുള്ള അധികാരം, അള്ളാഹുവിനുള്ള പദവി മറ്റാർക്കെങ്കിലും നൽകുന്നതിന് പൂർണ്ണമായും അവൻ നിരാകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ, വലിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ദീനിനെ ശരിക്കും അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് കേവലം ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമാക്കി മാറ്റുന്നതിന്റെ പ്രതീകമാണ് സാമിരി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതെത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബ അവസാനിപ്പിച്ചത്. അപ്പോൾ അത് ഏറ്റവും ഗുരുതരമാണ്. കാരണം മറ്റുള്ളവരോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭീകരമായിട്ട് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുള്ള കാര്യവും ഒരുപാട് ആളുകൾ സമൂഹത്തിൽ അജ്ഞരായിട്ടുണ്ടാകും. അവർക്ക് കുറെ കഥകൾ മാത്രമേ അറിയൂ. ആ കഥകൾ അവരെ പഠിപ്പിക്കുകയും, കഥകൾ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള കുറെ കെട്ടുകഥകൾ, അങ്ങനെയുള്ള കഥകൾ അവരെ പഠിപ്പിച്ചിട്ട് അവരെ അങ്കലാപ്പിലാക്കുകയും അവരെ എപ്പോഴും ഉമ്മീയുകളായിട്ട് അജ്ഞരാക്കി നിലനിർത്തുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ. ഫവൈലുല്ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് പ്രമാണങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ട് സുമ്മ യഖൂലുന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇതെല്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ലിയസ്തറൂ ബിഹി സമനൻ ഖലീല, വളരെ തുച്ഛമായ നിസ്സാരമായ ഐഹിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി അവരാണ് ഈ വ്യവസ്ഥകളൊക്കെ നിലനിർത്തുന്നത്. ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചർ, ചൂഷക വ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മേൽപ്പുര എന്ന് കാൾ മാർക്സ് പറഞ്ഞത് തന്നെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഈ റിലീജിയൻ ആണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ തൗഹീദിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ ആ തൗഹീദ് അദിലാണ്. അതേസമയം അതിന് നേരെ വിരുദ്ധമാണ് ഷിർക്കെങ്കിൽ ആ ഷിർക്ക് ളുൽമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തെ സംബന്ധിച്ച് ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിച്ച് വിജയം വരിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.